സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പൊതു ചർച്ചയിൽ മുഖ്യമന്ത്രിക്ക് കയ്യടി ലഭിക്കുകയാണ്. സർക്കാരിന് നേരെ ഉയരുന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നു. രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ എല്ലാ മന്ത്രിമാരും തയ്യാറാകുന്നില്ല എന്ന് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധികൾ ആരോപിച്ചു. കയർ തൊഴിലാളികളെ രണ്ടാം പിണറായി സർക്കാർ തഴഞ്ഞുവെന്ന പി ചിത്തരഞ്ജന്റെ വിമർശനം. സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂരുകാർക്ക് വീതം വെക്കുന്നുവെന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള പി ഹർഷകുമാർ ചൂണ്ടിക്കാണിച്ചു. AK സ്റ്റെഫൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. സ്റ്റെഫൻ, ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ രൂക്ഷമായ വിമർശനം ഉയരുകയാണ്. നമ്മൾ അതിലേറ്റവും പ്രധാനം ഈ ഒരു കണ്ണൂർ ലോബി ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ അതിപ്പോൾ പ്രതിനിധികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തെങ്കിലും ഒരു പൊസിഷനിൽ, ഒരു കീ പൊസിഷൻ വരുമ്പോൾ അത് കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവിന് കിട്ടുകയാണ്, മറ്റുള്ളവർ തഴയപ്പെടുന്നു എന്നുള്ളതാണോ വിമർശനം? തീർച്ചയായിട്ടും അറിയാം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കമ്മിറ്റിയിലായിക്കോട്ടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിക്കോട്ടെ, കേന്ദ്ര കമ്മിറ്റിയിലായിക്കോട്ടെ, കേരളത്തിൽ നിന്ന് പോകുന്ന കൂടുതൽ നേതാക്കളും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. കൂടുതൽ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്കാണ് എന്നുള്ളൊരു കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സംഘടനാ റിപ്പോർട്ടിൽ അടക്കം ചൂണ്ടിക്കാണിച്ച ആ ഒരു വിഭാഗീയത, അതിൻ്റെ ഒരു തലമെന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. കാരണം സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, വിഭാഗീയത ഒഴിഞ്ഞിട്ടില്ല, പ്രാദേശികമായി ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ആളുകളാണ് പ്രാദേശിക തലത്തിലുള്ള ഈ വിഭാഗീയത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ കാരണമാണ് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ മന്ത്രിമാരുടെ പ്രവർത്തനം നല്ല രീതിയിലാണ് എന്നൊരു വിശകലനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മന്ത്രി സജി ചെറിയാൻ്റെ അടക്കമുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ KN ബാലഗോപാലും സജി ചെറിയാനും എല്ലാം മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുമ്പോൾ മന്ത്രിമാർക്കും കടുത്ത വിമർശനം ഏൽക്കേണ്ടി വരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ഈ പല രീതിയിലും ഒറ്റപ്പെട്ടു പോകുന്നു. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അതിൽ മന്ത്രിമാരുടെ ഒരു ഗുരുതരമായ വീഴ്ചയുണ്ട്. പലപ്പോഴും ഈ പാർട്ടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് ഈ നല്ല കാര്യങ്ങൾ വരുമ്പോൾ സർക്കാർ വെള്ളത്തിൽ നഞ്ച് കലക്കും പോലെ ചിലത് ചെയ്യുന്നു എന്നുള്ളതാണ് വിമർശനമായി പറയുന്നത്. അതിന് ഉദാഹരണമായി തന്നെ കാണിക്കുന്നത് ആശാ വർക്കർമാരുടെ സമരമാണ്. ആശാ വർക്കർമാരുടെ സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ അതിനൊപ്പം PSC അംഗങ്ങളുടെ ശമ്പളം പരിഷ്കരിച്ചത് വലിയ തോതിൽ ചീത്തപ്പേരുണ്ടാക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം CPM-ന്റെ സമീപകാലത്തുണ്ടായ പല തരത്തിലുള്ള നയമാറ്റങ്ങളും സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിസമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് CPM അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് സമീപകാലത്ത് നോക്കിയ പല നിലപാടുകളും താരതമ്യം, അതായത് ഈ ആശാ വർക്കർമാരുടെ സമരവും അതോടൊപ്പം തന്നെ ഈ PSC ആളുകളുടെ ശമ്പളം ഉയർത്തിയതും താരതമ്യം ചെയ്ത് ഈ ഹർഷകുമാർ തന്നെയല്ലേ നമ്മുടെ ആശാ വർക്കർമാരെ കീടമെന്ന് വിളിച്ചത്? ആര്യ, അതായത് ഒരു വിമർശനത്തിന്റെ ഭാഗമായി ഹർഷകുമാർ ഉയർത്തിയ വിഷയം അതല്ല. ആശാവർക്കർമാരുടെ കാര്യത്തിൽ അല്ല അഭിപ്രായം പറഞ്ഞത്, മറ്റുള്ള വിഷയങ്ങളിലാണ്. മുഖ്യമന്ത്രി ഈ കണ്ണൂർ ലോബിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ആ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. മറ്റ് ചില ചർച്ചയിൽ മറ്റ് പ്രധാന നേതാക്കളാണ് ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് CPM-ന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നയമാറ്റവും ബന്ധപ്പെട്ടാണ്. അതിൽ രൂക്ഷമായ വിമർശനം ഏൽക്കേണ്ടി വരുന്നു. കാരണം നാളെയാണ് ഇനി ഈ പുതിയ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന നയരേഖ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ചർച്ച നടക്കുന്നത് നാളെയാണ്. അപ്പോൾ ആ ചർച്ചയിൽ ഉയർന്നു വരാൻ പോകുന്ന പലതരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്. കാരണം CPM-ന്റെ ഒരു നയമാറ്റം, സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ഒരു പോക്ക്, അതെല്ലാം CPM ഒരു കാലത്ത് എതിർത്തിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ പോകാൻ കഴിയും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചർച്ചകൾ ഉയരുക എന്നതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുഖ്യമന്ത്രിക്ക് കയ്യടി നൽകുമ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറിക്കും മറ്റ് മന്ത്രിമാർക്കും, പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കയ്യടി നൽകുന്നു. അതായത് സർക്കാരിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇത് പ്രതിരോധിക്കേണ്ടി വരുന്നു, മറ്റു മന്ത്രിമാർ ഇതൊന്നും പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വകുപ്പിലെ പ്രത്യേക മന്ത്രിമാരെ എടുത്ത് പറയുന്നുണ്ടോ ഈ ഒരു ചർച്ചയിൽ? അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് വിവരമില്ല. എങ്കിൽ തന്നെയും പലരെയും മുന്നമിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ അല്ലെങ്കിൽ മുതിർന്ന തലത്തിൽ നിൽക്കുന്ന മന്ത്രിമാരെ തന്നെ
വിശകലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വിമർശനം വന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ചർച്ചകൾ ഇനി ഏതായാലും നാളെയും ഉണ്ടാകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് നാളെ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന നയരേഖയിൽ ചർച്ച നടക്കുന്നത് നാളെയാണ്. അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാധ്യത, കൂടുതൽ വിമർശനാത്മകപരമായി ചർച്ച നടക്കാനുള്ള സാധ്യത. അതെല്ലാമാണ് നമ്മൾ ഇനിയേറെ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി 5 മണിക്ക് വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ഈ മീഡിയ സെന്ററിൽ നടക്കും. ഇന്ന് ഏത് തരത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചത്, അല്ലെങ്കിൽ CPMൻ്റെ ഒരു നയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ശരി സ്റ്റെഫിൻ, എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ കയ്യടി നേടുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുകൾ വിമർശനത്തിനും പാത്രമാകുന്നുണ്ട്.